ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ ഹുണ്ടായി ക്രിറ്റ ഡീസൽ. അപ്പോൾ അതിൽ വർക്കൊന്നുമില്ല, ഈജർ ക്ലീനിങ്, മാനിഫോൾഡ്, പിന്നെ ഓയിൽ കൂളറിൻ്റെ പാക്കിങ് കാര്യങ്ങൾ മാറണം. പിന്നെ കൂട്ടത്തിൽ ക്ലച്ച് വളരെ ടൈറ്റാണ്. ബ്ലോക്കിലൊന്നും കൊണ്ട് വണ്ടി നിർത്താനേ പറ്റില്ല, അതിൻ്റെ മുട്ടണ കേട് അത്രയ്ക്കും ടൈറ്റ് വന്നിട്ട് കേട്ടോ. അപ്പോൾ ക്ലച്ച് മാറണം, ഈജർ അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട്, മാനിഫോൾഡും കാര്യങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട്, പിന്നെ ഓയിലിൻ്റെ കൂളറിൻ്റെ ആയിക്കോട്ടെ ചെറിയ ലീക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്, ഓയിൽ കൂളർ മാറണമല്ല, അതിൻ്റെ പാക്കിങ് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മാറണം എന്നുണ്ടോ. ഈജറിൻ്റെ വാൽവിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ കരി അണിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ കസ്റ്റമർക്ക് ബ്ലാക്ക് സ്മോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. അപ്പോൾ എന്തായാലും ഈജറും മാനിഫോൾഡും കാര്യങ്ങളൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം. 1,00,000 കിലോമീറ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ ചെയ്യേണ്ടതാണ്. പക്ഷേ 1,00,000 കിലോമീറ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിയും കുറവ്, ബ്ലാക്ക് സ്മോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാറ്ററി ട്രെയിൻ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അയക്കണം. കൂട്ടത്തിൽ നമ്മൾ ക്ലച്ച് വർക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അയക്കണം. ഇതാ ഈജറിൻ്റെ മോട്ടറാണ് ഇരിക്കുന്നത്. ഇതാ ഈ ഭാഗമൊക്കെ അഴിക്കാനാണ്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീസൽ വണ്ടികൾക്ക് കറക്റ്റ് I20 ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്. ഇതാ ഫ്ലൈ വീലും കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഇതാ ക്ലച്ച് ഏകദേശം തീർന്നുണ്ട്, ഫുള്ളായി തീർന്നില്ല, എന്നാൽ ഏകദേശം തീർന്നുണ്ട്. പക്ഷേ പ്രഷർ പ്ലേറ്റ് അപാര ടൈറ്റാണ്. പിന്നെ റിലീസ് ബെയറിങ്ങും അവിടെയും ടൈറ്റ്, അതായത് പൊടി കയറിയിട്ട് ഗ്രീസൊക്കെ പോയിട്ട് അവിടെ സ്മൂത്തല്ല. അപ്പോൾ ആ ഒരു ടൈറ്റും കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല പോലെ ടൈറ്റ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്ലൈ വീലിൻ്റെ സീലും കൂടി മാറുന്നുണ്ടോ. 1,00,000 കിലോമീറ്റർ ആയപ്പോൾ ചെറിയൊരു നനവ് കാണുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ അതും മാറുന്നുണ്ട്. അല്ലാതെ പിന്നെ ക്ലച്ച് മാറി ഗിയർ ബോക്സ് ഒക്കെ കയറ്റി കഴിഞ്ഞാൽ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ഈ പണിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ടും 1,00,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ആ സീലും കൂടി മാറണമാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും നോക്കണ്ട, അത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും. പിന്നെ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ ഗിയർ ബോക്സ് ഇറക്കേണ്ട എമൗണ്ട് പിന്നെ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്ലച്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈജറിൻ്റെ കൂളറും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്, മാനിഫോൾഡും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്, ഓയിൽ കൂളർ അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അയച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യാണ്ട്, മൊത്തത്തിൽ എല്ലാം അയച്ച് ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. നല്ല പോലെ കരിയും കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഇനി ഡീസലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇത്രയും പാർട്സാണ് അയച്ചത്. ഇതാ മാനിഫോൾഡിനകത്ത് നല്ലപോലെ അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി ഇത് കുത്തി കളഞ്ഞ് ഡീസലൊക്കെ ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് പ്രഷർ വാഷ് അടിച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓയിൽ കൂളർ ഇതാണ്, ഇതും ക്ലീൻ ചെയ്യണം. അതിൻ്റെ പാക്കിങ് മാത്രമായിട്ടാണ് നമ്മൾ മാറുന്നത്. മിക്സ് ആയിട്ടില്ല, ഓയിലും കൂളൻ്റായിട്ട് മിക്സ് ആയില്ല, ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ഈജർ കൂളറിൻ്റെ കൂളറാണ് കേട്ടോ, ഈജറിൻ്റെ കൂളറാണിത്. അപ്പോൾ ഇതിനകത്തും കരിയുണ്ട്. ഇനി ഇതൊക്കെ എയർ അടിച്ച് ക്ലീൻ ആക്കണം കേട്ടോ, നല്ലപോലെ എയർ അടിച്ച് ക്ലീൻ ആക്കണം. പിന്നെ ഇതാ ഈജറിൻ്റെ മോട്ടർ. അപ്പോൾ ഇതും അയച്ച് സെപ്പറേറ്റ് അയച്ചിട്ട് അതിനുള്ളത്തെ കരിയും കാര്യങ്ങളൊക്കെ കുത്തിക്കളഞ്ഞ് അതൊക്കെ റെഡിയാക്കണം. എന്നിട്ട് ക്ലീൻ ചെയ്ത് പക്കയൊക്കെ ആയിട്ട് കയറ്റി കഴിഞ്ഞാൽ ആ ബ്ലാക്ക് സ്മോക്ക്, ആ വലിയ കുറവ് കാര്യങ്ങളൊക്കെ റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത് പക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഡീസലും ഇതാക്കി ആക്കി നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്ത് എയറൊക്കെ അടിച്ച് നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യണം. തിരിച്ച് ഫിറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ. കണ്ടോ, ഇതൊക്കെ കരിയൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോകുന്നു. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാലോ, പെരിന്തൽമണ്ണ അമ്മിനിക്കാട് കേട്ടോ. ബ്ലാക്ക് സ്മോക്ക്, പുള്ളിയും കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡീസൽ വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.